നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ പിഒ അഷ്ടമിച്ചിറ ചാലക്കുടി. വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ ആധുനിക അറവുശാല തുറന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. ഡേവിസ് അറവുശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഫയർഫോഴ്സിന്റെ അഭാവത്തിൽ കിണറ്റിൽ വീണ വയോധികയെ ജീവൻ പണയം വെച്ച് രക്ഷിച്ച യുവാവ്. മാളാപ്പള്ളിപ്പുറം സ്വദേശി നോബിളാണ് വയോധികയെ രക്ഷപ്പെടുത്തിയത്. ടയർ കമ്പനികൾക്ക് പിഴയിട്ട് 1788 കോടി രൂപ റബ്ബർ കർഷകർക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് സംയുക്ത കർഷക സമിതി വാഹന പ്രചരണ ജാഥയ്ക്ക് മാളയിൽ സ്വീകരണം നൽകി. വാർത്തകൾ വിശദമായി. വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ ആധുനിക അറവുശാല തുറന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. ഡേവിസ് അറവുശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം. മുകേഷ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി വിനയചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ, ഫസ്ന റിജാസ്, ഡോക്ടർ വി.എൻ. വാസുദേവൻ, ഡോക്ടർ യു.എസ്. രാമചന്ദ്രൻ, കെ. ഋഷി, ഷീല അജയഘോഷ്, സുജന ബാബു, ജിയോ ഡേവിസ്, സിന്ധു ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. അനധികൃത അറവ് തടയാനും നല്ല മാട്ടിറച്ചി ജനങ്ങൾക്ക് ലഭ്യമാക്കാനുമായി വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ 5ാം വാർഡിൽ 1999 അറവുശാല സ്ഥാപിച്ചത്. ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ബ്ലോക്ക് ജംഗ്ഷനും മനക്കലപ്പടിക്കും ഇടയിൽ റവന്യൂ വകുപ്പിൽ നിന്ന് വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് വാങ്ങിയ 55 സെന്റ് സ്ഥലത്താണ് അറവുശാല സ്ഥാപിച്ചത്. 1.5 കോടിയോളം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം നടത്തിയത്. ഫയർഫോഴ്സിന്റെ അഭാവത്തിൽ കിണറ്റിൽ വീണ വയോധികയെ ജീവൻ പണയം വെച്ച് രക്ഷിച്ച യുവാവ്. മാളാപ്പള്ളിപ്പുറം സ്വദേശി നോബിളാണ് പ്രദേശവാസിയായ കിണറ്റിൽ വീണ വയോധികയെ രക്ഷപ്പെടുത്തിയത്. ധാരാളം വെള്ളമുള്ള ആഴമുള്ള കിണറിൽ രക്ഷാപ്രവർത്തനം നടത്താൻ നോബിളിനൊപ്പം നാട്ടുകാരും ഒത്തുചേർന്നു. മാളാപ്പള്ളിപ്പുറത്ത് കിണറ്റിൽ വീണ വയോധികയെ സ്വന്തം ജീവൻ പണയം വെച്ച് രക്ഷപ്പെടുത്തി യുവാവ്. കഴിഞ്ഞ ഡിസംബർ 23 വൈകിട്ടായിരുന്നു സംഭവം നടന്നത്. നോബിൾ എന്ന യുവാവാണ് തന്റെ ജീവൻ പണയം വെച്ച് വയോധികയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. മകനും കുടുംബവും വീട്ടിൽ ഇല്ലാതിരുന്ന സമയത്ത് മകൾ കാണാതെ വയോധിക വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു. അമ്മ പോയതറിഞ്ഞ ഉടൻ തന്നെ മകൾ അറിയിച്ചതിനെ തുടർന്ന് ഓടിയെത്തിയ നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ അടുത്തുള്ള പറമ്പിലെ ആൾമറയില്ലാത്ത കിണറ്റിൽ വീണുകിടക്കുന്ന വയോധികയെ കണ്ടെത്തുകയായിരുന്നു. നാട്ടുകാർ ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ച് വിവരം അറിയിച്ചെങ്കിലും മറ്റൊരു ദൗത്യവുമായി ബന്ധപ്പെട്ട് ഫയർഫോഴ്സ് കൊടുങ്ങല്ലൂരിലും കറുകുറ്റിയിലും ആയതിനാൽ എത്താൻ വൈകുമെന്നറിയിച്ചു. തുടർന്ന് സ്ഥലത്തെത്തിയ നാട്ടുകാരനായ നോബിൾ എന്ന യുവാവ് കിണറിൽ ഇറങ്ങി അവശനിലയിലായ വയോധികയെ രക്ഷിക്കുകയായിരുന്നു. ധാരാളം വെള്ളമുള്ള ആഴമുള്ള കിണറിൽ നിന്നും രക്ഷിക്കാൻ നോബിളും നാട്ടുകാരും ഒപ്പം ചേർന്നു. എം.എൽ.എ. വി.ആർ. സുനിൽകുമാർ അടക്കം നിരവധി ആളുകൾ നോബിളിനെ അനുമോദിച്ചു. ആ സമയത്ത് ഒരു ജീവൻ രക്ഷിക്കാൻ മാത്രമാണ് ശ്രമിച്ചതെന്നും അതുകൊണ്ടാണ് മറ്റൊന്നും നോക്കാതെ കിണറ്റിലേക്ക് ഇറങ്ങിയതെന്നും നോബിൾ പറഞ്ഞു. 23 വൈകിട്ട് ഒരു 5 മണി സമയത്താണ് ഇങ്ങനെ ഒരു നമ്മുടെ അടുത്തുള്ള ഒരു വർഗീസേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ വന്ന് നമ്മളെ വിളിക്കുന്നത്. പള്ളിയുടെ അവിടെ വന്നിട്ട് ലൈറ്റിന്റെ വർക്കിലായിരുന്നു ഞാൻ. അപ്പൊ വന്ന് എന്താ സംഭവം എന്നൊന്നും ആർക്കും ഒന്നും അറിയില്ലായിരുന്നു. എന്നെ വിളിച്ചിട്ട് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇവിടുത്തെ ഈ ലിജോച്ചേട്ടൻ്റെ അമ്മ ഇവിടെ കിണറ്റിൽ വീണെടുക്കുന്നത് കണ്ടു. അങ്ങനെ ഇവിടെ പ്രദേശവാസികൾ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവർക്കും വിളിച്ചിട്ട് ഫയർഫോഴ്സിനെ വിളിച്ചിട്ട് ആരും അവരിവിടെ ഉണ്ടായിരുന്നില്ല, നമ്മുടെ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല. അവർ വേറെ സ്ഥലത്ത് എന്തോ ഇതിനു വേണ്ടി പോയൊക്കെയായിരുന്നു. അപ്പൊ ഇവിടെ വല്യമ്മ വീണിട്ട് ഒരു മണിക്കൂറിനടുത്തോളം ആയിട്ടുണ്ടായി കിണറ്റില്. അപ്പൊ ആ സമയം വേറെ 1-2 പേരും കൂടി ഞങ്ങൾ ഇറങ്ങാന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞപ്പോ ഞാൻ ആദ്യം ഇറങ്ങി വല്യമ്മേനെ കിണറ്റിൽ നിന്ന് പിന്നെ എടുത്തത് കയറിട്ട് കുറെ ബുദ്ധിമുട്ട്, ഒരു അരമണിക്കൂറോളം ബുദ്ധിമുട്ടിട്ടാണ് വല്യമ്മേനെ എടുത്തത്. കസേരയും പിന്നെ മറ്റേ കുടുക്കൊക്കെ ഇട്ട് അങ്ങനെ വെള്ളത്തിൽ നിന്ന് കയറ്റിയത്. മീഡിയ ടൈം മാള. ടയർ കമ്പനികൾക്ക് പിഴയിട്ട് 1788 കോടി രൂപ റബ്ബർ കർഷകർക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് സംയുക്ത കർഷക സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തുന്നു. സമരത്തിന്റെ മുന്നോടിയായി ആരംഭിച്ച വാഹന പ്രചരണ ജാഥയ്ക്ക് മാളയിൽ സ്വീകരണം നൽകി. രാജ്യത്ത് 90% റബ്ബറും ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ റബ്ബർ കർഷകർക്ക് അവകാശപ്പെട്ടതാണ് ഈ തുകയെന്നും സമരസമിതി പറഞ്ഞു. മാളയിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. വി.ആർ. സുനിൽകുമാർ എം.എൽ.എ., ടി.കെ. സന്തോഷ്, സിദ്ധാർത്ഥൻ പട്ടേപ്പാടം, എം.എം. അവറാച്ചൻ, എ.എസ്. കുട്ടി, പി.ആർ. വർഗീസ്, സുരേഷ് കേച്ചേരി, ടി.കെ. ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കൃഷിക്കാർ, വിശേഷിച്ച റബ്ബർ കൃഷിക്കാർ, പൊതുവായി പരിശോധിക്കുമ്പോൾ നാണ്യവിള കൃഷിക്കാർ
വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. റബ്ബർ കൃഷിക്കാർ, നാളികേര കൃഷിക്കാർ, ഏലം കൃഷിക്കാർ, കുരുമുളക് കൃഷിക്കാർ എന്ന് വേണ്ട കേരളത്തിലെ നാനാതരത്തിൽപ്പെട്ട നാണ്യവിളകളെ ആസ്പദപ്പെടുത്തി ജീവിതം നീക്കിയ മുഴുവൻ കൃഷിക്കാർ വലിയ പ്രതിസന്ധിയിലാണ്. അതിൻ്റെ പ്രതീകം എന്ന രീതിയിലാണ് റബ്ബർ കൃഷിക്കാരുടെ ഒരു വിഷയവും ഞങ്ങളിപ്പോൾ ഒരു സമരം എന്ന രീതിയിൽ ഏറ്റെടുത്തത്. 240 രൂപ വരെ കിട്ടിയിരുന്ന റബ്ബറിന് ഇപ്പോൾ 140 താഴെ, അത് 65 വരെ താഴോട്ട് പോയതും നിങ്ങൾക്കറിയാം. 2010 എന്നൊരു വർഷം നമ്മളെല്ലാവരും ഓർക്കേണ്ട വർഷമാണ്. അന്നാണ് ആസിയാൻ കരാറിൻ്റെ കക്ഷത്ത് നമ്മൾ തലയിട്ട് കൊടുത്തത്. കൃഷിക്കാരും കർഷക തൊഴിലാളികളും പുരോഗമനവാദികളും എല്ലാം ചേർന്ന് വലിയ മനുഷ്യ ചങ്ങലൊക്കെ നടത്തി. പക്ഷെ ചങ്ങലയുടെ വഴിക്കും പോയി കരാറിൻ്റെ വഴിക്ക് വരുന്നു. അതിനെ തുടർന്ന് നമ്മുടെ നാണ്യവിളകളുടെ വില വൻതോതിൽ ഇടിഞ്ഞു. മാള കാവ്യലയം സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ വയലാർ രാമവർമ്മയുടെ സ്മരണാർത്ഥം വാർഷികോത്സവം സംഘടിപ്പിച്ചു. സീമാജി നായർ, അമ്പിളി എന്നിവർ ഉദ്ഘാടനം നിർവഹിച്ചു. കലയും നാടകവും സിനിമയും തിരക്കഥയും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗം തന്നെയാണ്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് നമ്മുടെ സാഹിത്യം എന്ന് പറഞ്ഞാലും, പ്രത്യേകിച്ച് വയലാർ രാമവർമ്മ സാറിൻ്റെ പേരിലുള്ള സ്മരണാർത്ഥം നടത്തുന്ന ഈ പ്രോഗ്രാമിൽ കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ മകനിൽ നിന്നും ഈ വർഷത്തെ മികച്ച ഒരു സോഷ്യൽ വർക്കറിനുള്ള ഇൻ്റർനാഷണൽ അവാർഡ് ഞാൻ മേടിച്ചത് ഈ കഴിഞ്ഞ ആഴ്ചയാണ്. അപ്പോൾ അതും കൂടി എനിക്ക് ഭയങ്കര സന്തോഷമായി. വയലാർ രാമവർമ്മ സാറിനെ കുറിച്ച് ഞാൻ വെറും ശിശുവാണ്. ഇതൊക്കെ പറയാൻ ഇവിടെ അമ്പിളി സാറൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു സ്മരണാർത്ഥം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അഭിമാനം തോന്നുന്നു. പിന്നെ എൻ്റെ കലാജീവിതം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാം. കലയും സോഷ്യൽ വർക്കും കൂടെ കൂട്ടിക്കൊഴിച്ചുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഇൻ്റർവ്യൂവിലൂടെ തന്നെ എൻ്റെ പല കാര്യങ്ങൾക്കും എല്ലാം അറിയാവുന്നത് കൊണ്ട് ഞാൻ എന്നെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അഡ്വക്കേറ്റ് അനൂപ് കുഴൂർ അധ്യക്ഷനായി. പ്രസാദ് വേനൽ, അനൂപ് ഉണ്ണിത്താൻ, കേരളാദി ത്രിപുരം ശ്രീകുമാർ, സുനിത ഷൈൻ എന്നിവർ സംസാരിച്ചു. ഒരു ഗാനീതാവ് ഒരു ചലച്ചിത്രത്തിലെ പാട്ടിൽ എഴുതുമ്പോൾ വാൽമീകി പറഞ്ഞ മാതിരി അതൊരു വളരെ സാങ്കേതിക ഇതാണ്. സിനിമയ്ക്ക് അങ്ങനെ സാങ്കേതിക ഇതുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ ഞാനിരുന്ന് ഡയറക്റ്റായി ഞാൻ ഇവിടെ ഇരുന്നിട്ട് മൊബൈൽ ഫോണിൽ പാട്ട് എഴുതുന്നോട് ഫോൺ ചെയ്തിട്ട് സിറ്റുവേഷൻ പറഞ്ഞാൽ മതി മൊബൈലിൽ. ഇപ്പോൾ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈതപ്പുറത്തിന് കൂടെ കൈതപ്പുറം എനിക്ക് പാട്ട് എഴുതിയാണ് കേട്ടോ, സോറി മറന്നുപോയി. ആർക്കെ താമാരും പാട്ട് എഴുതിയാണ്, ശശി ചേത്തനൊരു പാട്ട് എഴുതിയാണ്. അപ്പോൾ സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അത് അവിടെ നിന്ന് എഴുതിയിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യും. ഞാൻ കൈതപ്പുറം കാണുന്നില്ല. ആ വാട്സപ്പ് ചെയ്തത് ഞാൻ നേരെ മ്യൂസിക് ഡയറക്ടർക്ക് അയക്കും. മ്യൂസിക് ഡയറക്ടർ അമേരിക്കയിൽ ഇരുന്നിട്ട് അവിടെ ആണെങ്കിൽ അവിടെ നിന്നിട്ട് കമ്പോസ് ചെയ്തിട്ട് ആ മ്യൂസിക്കിൻ്റെ ട്യൂൺ എനിക്കും അയക്കും. റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ദാസേട്ടൻ വരുന്നില്ല. ഇവിടെ ഒരു സൗണ്ട് ട്രാക്ക് എടുക്കും, ദാസേട്ടൻ അയച്ചത് ദാസേട്ടൻ അവിടെ നിന്ന് അത് മിക്സ് ചെയ്ത് ഇവിടെ അയക്കും, അത് സിനിമയിൽ തീർക്കും. അങ്ങനെ സാങ്കേതികമായി വളർന്നു പോയിരിക്കുന്നു. കോൺഗ്രസ് കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റി ഫാസിസ്റ്റ് വിമോചന സദസ്സ് നടത്തി. കൊടുങ്ങല്ലൂർ വടക്കേനടയിൽ നടന്ന വിമോചന സദസ്സ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുശീൽ ഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കുട്ടിയെ ചവിട്ടി അവനെ നട്ടെല്ലൊടിക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ പോലീസ് അധപതിച്ചപ്പോ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായി എത്തിയ യുവതിയെ പീഡിപ്പിക്കുന്ന പോലീസായി കേരളത്തിലെ പോലീസ് അധപതിക്കുമ്പോ സഹപ്രവർത്തകന്റെ ബാഗിൽ നിന്ന് സ്വർണം മോഷ്ടിക്കുന്ന സംവിധാനമായി കേരളത്തിലെ പോലീസ് അധപതിക്കുമ്പോ ഈ ആഭ്യന്തര വകുപ്പിനാണോ, ഈ ആഭ്യന്തര വകുപ്പിലെ പോലീസിനാണോ സുത്യർഹമായ സേവനത്തിന് അവാർഡ് കൊടുക്കുന്നതെന്ന് സ്വാഭാവികമായി നാട്ടുകാർ ചോദിച്ചു പോകും. ഇതേ പോലീസാണ് കല്യാശ്ശേരി മുതൽ തിരുവനന്തപുരം വരെ ഏറ്റവും ജനാധിപത്യപരമായി ഏറ്റവും സമാധാനപരമായി കരിങ്കൊടി പ്രതിഷേധവുമായി വന്ന യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ അകാരണമായി ആക്രമിച്ചത് പ്രതിഷേധിച്ച് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ K സുധാകരനും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ES സാബു അധ്യക്ഷനായി. EV സജീവൻ, KN സജീവൻ, KP സുനിൽകുമാർ, VM ജോണി, VS അരുൺരാജ്, AR രാമദാസ്, MP സോണി, സനിൽ സത്യൻ, ദിൽഷൻ കോട്ടേക്കാട്ട്, ശ്രീദേവി വിജയകുമാർ, ജോളി ദിൽഷൻ, പ്രിൻസി മാർട്ടിൻ, കവിത മധു, സാലി ഫ്രാൻസിസ്, KS കമറുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു.
ഏറിയാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും ഫാസിസ്റ്റ് വിരുദ്ധ സദസ്സും സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി CS രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും DYFIയുടെ നേതൃത്വത്തിലും BJPയുടെ നേതൃത്വത്തിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിലും ഇതുപോലുള്ള യാത്രകൾ സംഘടിപ്പിക്കാം. ആ യാത്രകളൊക്കെ തന്നെ വളരെ സമാധാനപരമായി ആ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ വിശദീകരിച്ചുകൊണ്ട് ഈ യാത്രകൾ കേരളം ഒരുപാട് കണ്ടതാണ്. പക്ഷെ കേരളത്തിലെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന കേരളത്തിന്റെ ക്രമസമാധാനത്തിന് ചുമതലയുള്ള മുഖ്യമന്ത്രി നയിക്കുന്ന യാത്രയാണ് കഴിഞ്ഞ 40 ദിവസമായി കേരളത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് അവസാനിച്ച ഒരു യാത്ര. ആദ്യത്തെ 2 ദിവസം കാസർഗോഡ് യാതൊരു പ്രകോപനമില്ലാതെ ആ യാത്ര കടന്നുപോയി. കണ്ണൂരിൽ നിന്ന് ആരംഭിച്ച ആ സംഘർഷം പ്രതിഷേധക്കാരെ നേരിട്ടത് എങ്ങനെയാണെന്ന് ഞാൻ വിശദീകരിക്കാതെ നിങ്ങൾക്കറിയാം. സാധാരണ ജനാധിപത്യ രാഷ്ട്രത്തിൽ പ്രതിഷേധിക്കാൻ എല്ലാ അവകാശങ്ങളുമുള്ള ഒരു സംസ്ഥാനം നമ്മുടെ കേരളവും അതുപോലെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളും ഒക്കെ തന്നെ. ഒരു കരിങ്കിടി വീശിയതിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പല ചതിക്ക് മാത്രമല്ല അവരെ കൊലപ്പെടുത്താൻ ശ്രമം വരെ കണ്ണൂരിൽ നിന്ന് ആരംഭിച്ചു. ആ കൊലപ്പെടുത്താനുള്ള ശ്രമത്തെ കേരളത്തിന്റെ ബഹുമാന്യ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് ആ മർദ്ദിച്ച ഗുണ്ടകൾ സംരക്ഷിക്കാൻ പറഞ്ഞ വാക്കുകൾ ജീവൻ രക്ഷാ പ്രവർത്തനം എന്നാണ് പറഞ്ഞത്. ഈ നാട്ടിലെ അക്രമത്തിന് കണ്ണൂരിൽ നിന്ന് ആഹ്വാനം ചെയ്ത് ഈ ജില്ലയിലെ മുഴുവൻ സ്ഥലങ്ങളിലും ഇതുപോലുള്ള പ്രതിഷേധങ്ങൾ. പ്രസിഡന്റ് CM മൊയ്തു അധ്യക്ഷനായി. UDF നിയോജക മണ്ഡലം കൺവീനർ PS മുജീബ് റഹ്മാൻ, DCC സെക്രട്ടറി അഡ്വക്കേറ്റ് PH മഹേഷ്, PK മുഹമ്മദ്, PP ജോൺ, EK സോമൻ, AI ഷുക്കൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു. കാരയിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് പ്രൊഫസർ KS സിറാജ്, ജോസഫ് ദേവസി, KM സാദത്ത്, PA കരുണാകരൻ, ബഷീർ കൊണ്ടാമ്പള്ളി, അഡ്വക്കേറ്റ് KK സക്കീർ ഹുസൈൻ, CB ജയലക്ഷ്മി തുടങ്ങിയവർ നേതൃത്വം നൽകി. കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭരണകൂട ഭീകരതയ്ക്കെതിരെയുള്ള ഫാസിസ്റ്റ് വിമോചന സദസ്സ് സംഘടിപ്പിച്ചു. 3 പീടിക സെന്ററിൽ സംഘടിപ്പിച്ച ഫാസിസ്റ്റ് വിരുദ്ധ സദസ്സ് UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. 2-3 ജില്ലകൾ പിന്നിട്ടപ്പോൾ ഇതിന്റെ ഗതിവിധിയിൽ മാറ്റമുണ്ടാവുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരും യൂത്ത് കോൺഗ്രസും KSU ഉൾപ്പെടെയുള്ള പ്രവർത്തകന്മാർ ഒരു പ്രതിഷേധം എന്ന നിലയ്ക്ക് മാത്രമായി മുഖ്യമന്ത്രി കരിങ്കൊടി കാണിച്ചത് തുടങ്ങി കോഴിക്കോട് നിന്ന് ആരംഭിച്ച ആ പരിപാടിയിൽ അവർ കടന്നുപോകുന്ന എല്ലാ നിയോജക മണ്ഡലങ്ങളിൽ നടന്ന പ്രതിഷേധത്തിൻ്റെ അനന്തരഫലങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇത് മാത്രമല്ല, DYFIയും SFIക്കാരും പോലീസുകാരും ചേർന്ന് യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയും ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി വന്നവർ മുഖ്യമന്ത്രിയെ ആക്രമിക്കാനല്ല, അദ്ദേഹത്തെ സംഘത്തെ ആക്രമിക്കാൻ വന്നവരല്ല. കേരളത്തിലെ യൂത്ത് കോൺഗ്രസും KSU അവർ വികാരങ്ങൾ പറയുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ നേരെ കരിങ്കൊടി കാണിച്ചു എന്നതിനപ്പുറത്ത് യാതൊരു തെറ്റും ചെയ്യാത്തവരെ പോലീസും DYFIയും SFIയും കൂടാൻ മാത്രമല്ല സംഘടന പ്രതിഷേധം അതിശക്തമായതോടുകൂടി കണ്ണൂരിലെ സെൻട്രൽ ജയിലിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകളെ അല്പം തിരിച്ച് പുറത്താക്കി അവർക്ക് ജാമ്യം നൽകിക്കൊണ്ട് അവരെയും നയിച്ചുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അങ്ങ് കത്താനം വരെ മുന്നോട്ട് പോയത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P മേനോൻ അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പർ MK അബ്ദുൽ സലാം മുഖ്യാതിഥിയായി. DCC സെക്രട്ടറി അനിൽ പുളിക്കൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ PMA ജബ്ബാർ, CC ബാബുരാജ്, CS രവീന്ദ്രൻ, DCC മെമ്പർ മണി കാവുങ്ങൽ, സജയ് വൈനപ്പള്ളി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സുരേഷ് കൊച്ചുവീട്ടിൽ, KV അബ്ദുൽ മജീദ്, KK രാജേന്ദ്രൻ, CJ പോൾസൺ, പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി എന്നിവർ സംസാരിച്ചു. എൽത്തുരുത്ത് ഗ്രാമസമിതിയുടെ നേതൃത്വത്തിൽ 6 ദിവസങ്ങളിലായി നടന്നുവന്ന ഗ്രാമോത്സവം സമാപിച്ചു. ഇതിന്റെ ഭാഗമായി അഖില കേരള പ്രൊഫഷണൽ നാടകോത്സവവും ചള്ളിയിൽ കൃഷ്ണൻ സ്മാരക വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു. സമാപന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. PP ജ്യോതിർമയൻ അധ്യക്ഷനായി. പാർവതി സുകുമാരൻ, VM ജോണി, KA വത്സല, CP രമേശൻ, NK തങ്കരാജ്, MS വിനയകുമാർ, OM ദിനകരൻ, KV വിനോദ് എന്നിവർ പ്രസംഗിച്ചു. സന്തോഷപൂർവ്വം അഭിനന്ദിക്കുകയാണ്. ഒരു പ്രദേശത്തിൻ്റെ വികസനവും സന്തോഷവും അവരുടെ വികാരങ്ങളും കലാപരമായ കഴിവുകളും
ഒക്കെ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളാണ് ഇതുപോലെയുള്ള ഗ്രാമോത്സവങ്ങൾ. ചെറുതും വലുതുമായ കലാപരിപാടികളും അവതരിപ്പിക്കുകയും പ്രോത്സാഹനം ലഭിക്കുകയും ചെയ്യുന്ന ഇങ്ങനെയുള്ള പരിപാടികളെ ഏറ്റവും സന്തോഷപൂർവ്വം തന്നെ നാട്ടുകാരെ ഏറ്റെടുത്തു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടെ കൂടിയിട്ടുള്ള. ഒന്നും വന്നിട്ടും തളർന്നു പോകാതെ അതിൽ നിന്നൊക്കെ കരകയറ്റി കൊണ്ടുവന്ന് ഇത്രത്തോളം എത്തിച്ച ഇവരെ തന്നെ നമ്മൾക്ക് എന്നും നല്ല സ്നേഹത്തോടു കൂടി ഓർക്കാം. മാത്രമല്ല ഇപ്പൊ പുതിയൊരു ക്ലബും കൂടി രൂപീകരിച്ചതായിട്ട് ഇവിടെ ഒരു ബോർഡ് കണ്ട്, എട്ടുംപൊടി. എന്തായാലും ആ ക്ലബിന്റെ പേര് എത്രയായാലും ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട് അതുപോലെ തന്നെ ഒരു പ്രവർത്തനം, ഇതുപോലത്തെ ഒരു പ്രവർത്തനം ആ ക്ലബും കാഴ്ചവെക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, നമ്മൾക്ക് ഈ വർഷം തോറുമുള്ള ഈ ഗ്രാമോത്സവം ഈ ഗ്രാമത്തിന്റെ ഉത്സവം തന്നെയാണ്, അതിനൊരു തർക്കമില്ല. പക്ഷേ നമ്മൾക്ക് ഇത്രയൊക്കെ മതിയോ? ഇതാണോ നമ്മൾക്ക് ഗ്രാമത്തിനോടുള്ള പ്രതിബദ്ധത? അല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഓരോ മുക്കിലും മൂലയിലും ഉള്ള ഒരു പറ്റം ചെറുപ്പക്കാര് അവരുടെ ഈ കഴിവുകൾ അന്യനാടുകളിൽ നിന്ന് വന്ന് ഇവിടെ നാടകം അവതരിപ്പിച്ച് കയ്യടി നേടി പോകുമ്പോൾ ഒരു പറ്റം ചെറുപ്പക്കാർ ഇതിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ ആധുനിക അറവുശാല തുറന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് അറവുശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഫയർഫോഴ്സിന്റെ അഭാവത്തിൽ കിണറ്റിൽ വീണ വയോധികയെ ജീവൻ പണയം വെച്ച് രക്ഷിച്ച യുവാവ്. മാളാപ്പള്ളിപ്പുറം സ്വദേശി നോബിളാണ് വയോധികയെ രക്ഷപ്പെടുത്തിയത്. ടയർ കമ്പനികൾക്ക് പിഴയിട്ട് 1788 കോടി രൂപ റബ്ബർ കർഷകർക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് സംയുക്ത കർഷക സമിതി വാഹന പ്രചരണ ജാഥയ്ക്ക് മാളയിൽ സ്വീകരണം നൽകി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.